കണ്ടോ, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നോണ്ടേ ഓടി വന്ന് പുറകെ വന്ന് കിടന്ന സാറ് കണ്ടോ. കണ്ടോ, അവന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, അത് ലൂപിച്ചിനും ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ വന്ന് കയറി സ്റ്റെപ്പേ വന്ന് കിടക്കുക. കണ്ടോ, ഒത്തിരി സന്തോഷമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി. അതെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക, എനിക്ക് കിട്ടിയൊരു സംഭവം, എനിക്ക് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് എന്താണെന്ന് അറിയിക്കാനായിട്ട് വന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിൽ കൂടി മാത്രമാണ് എനിക്ക് യൂട്യൂബ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളോട് എല്ലാവരും ഞാൻ പറഞ്ഞായിരുന്നു. അതെന്തുവാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പം നമ്മൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കത്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം, അതുപോലെ പരസ്പരം ഇങ്ങോട്ട് നിങ്ങൾക്ക് അയക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ യൂട്യൂബ് ഇതിൽ ഇറക്കിയിട്ടില്ല. എത്രയും പെട്ടെന്ന് അവർ അതും കൂടെ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും കൂടെ എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു വോയിസ് മെസ്സേജ് യൂട്യൂബ് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. നിങ്ങൾ ഓരോ ദിവസവും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയത്. ആ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് യൂട്യൂബ് എനിക്ക് ഇങ്ങനൊരു ഓപ്ഷൻ തന്നത്. അതിന് യൂട്യൂബിനോട് വളരെയധികം താങ്ക്സ്. അതിലുപരി എൻ്റെ പ്രേക്ഷകരോട് വളരെയധികം താങ്ക്സ് പറയുന്നു. 34,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരുവാണ്. ഇപ്പോൾ ഞാൻ 3-4 പേരോട് മെസ്സേജ് ഇട്ടിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു മെസ്സേജ് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബിന്ദുച്ചൊക്കെയാണ് ആദ്യമേ ചാടി പറഞ്ഞു, ചേച്ചി കേൾക്കാൻ പറ്റുന്നുണ്ട് ചേച്ചി, സൂപ്പർ എന്ന് പറഞ്ഞു. സായിച്ചേട്ടൻ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. ചിത്രാമ്മ, നമ്മുടെ സാന്ദ്രക്കുട്ടി, ഇങ്ങനെ കുറേ പേര്, പിന്നെ ശ്രീറാം, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയിട്ട് ഞാൻ എല്ലാവരുടെയും പേര് എഴുതി വെക്കണമെന്ന് ഓർത്തു. പക്ഷേ അതിനുള്ള ഇവിടെ ഒരൊറ്റ പേന, പഠിക്കുന്ന പിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരൊറ്റ പേന നോക്കിയിട്ട് കിട്ടുന്നില്ല. അല്ല ഞാൻ എനിക്ക് മെസ്സേജ് ഇട്ട ആൾക്കാരെല്ലാം പേര് എഴുതി വെച്ചിട്ട് ഞാനിപ്പം വിളിച്ച് പറഞ്ഞില്ല നിങ്ങളുടെ എല്ലാവരുടെയും പേര്. ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പം പേനായും പെൻസിലൊക്കെ ആയിട്ട് ഇരുന്നിട്ട് പറയാവേ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ എനിക്ക് എല്ലാവരെയും ഇപ്പം മറുപടി തന്നു, ചേച്ചി കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു ചെറിയ ഒരു ചാനൽ ഇത്രയും വളർത്തിയെടുത്ത നിങ്ങളാണ്. ഈ ഓണം കയറാൻ മൂലയിലിരിക്കുന്ന എന്നെയും ലൂക്കായി ആരറിയാനാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറ്റുന്നത് കാണാൻ പോലും നിങ്ങളെ ഒന്നും പറ്റുന്നില്ല. നമുക്ക് ലൂക്കാച്ചൻ ഒന്ന് ഉയരങ്ങളിലെത്തട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് കൂടി ലൂക്കാച്ചനൊന്ന് വളർന്ന് പന്തലിക്കട്ടെ. അപ്പം നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. പിന്നെന്താ പറയുന്ന വിശേഷം? ഓരോ ദിവസവും എന്താ ഞാനിങ്ങനെ വന്നിരുന്ന് പറയുന്നത്, വിശേഷങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വിശേഷം കിട്ടിയപ്പോൾ ആ വിശേഷം നിങ്ങളെ അറിയിക്കാമെന്ന് വെച്ചാണ് ഞാൻ വന്നത്. പിന്നെ 2 ദിവസമായിട്ട് തലയുടെ കിളി പോയിരിക്കുമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഇയർ ബാൻഡ്സിൻ്റെ പ്രശ്നമുണ്ട്. രാവിലെ 6 മണിയായപ്പം കയറിക്കിടന്ന് കിടപ്പ്, പിറ്റേ ദിവസം 10 മണിയായി എഴുന്നേക്കാൻ. അതുപോലെ പോയി രാത്രി 11 മണിയായപ്പോഴത്തേനും എന്നെ പൊക്കിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പെല്ലാം പോയിട്ട് വന്നു. അപ്പോൾ ഇയർ ബാൻഡ്സിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുക.